ദിലീപിന്റെ പക്ഷമാണ് ഞാൻ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എന്റെ ഉത്തമ ബോധ്യത്തിൽ എന്റെ ഒരു പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോ ഞാനത് പറയണോ വേണ്ടോ, കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരെ എന്ന് വെച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. ദിലീപിനെ തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീം വർക്ക് ആദ്യം നമസ്കാരം. എന്നിട്ട് ദിലീപ് നിരപരാധിയാണ് അല്ലെങ്കിൽ ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, മറിച്ച് ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ശ്രീലേഖ IPS ഇവര് ആ സമയത്ത് അവിടെ ജയിലിലുണ്ടായിരുന്ന ജയിൽ DGP ഒക്കെ ആയിരുന്നു. ഏത് സമയത്ത്? ദിലീപ് ജയിലിൽ കിടന്ന സമയത്ത്. അന്ന് അവിടെ നടന്നിട്ടുള്ള പല പേക്കൂത്തുകളും പല സത്യങ്ങളും അവർ വിളിച്ചു പറഞ്ഞ സമയത്ത് അവരുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചു പറഞ്ഞ സമയത്ത് അവർ സൈബർ ബുള്ളിങ് ചെയ്യുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പല രീതിയിലുമാണ് ഓരോന്നും മുന്നോട്ട് ചുവട് വെച്ച് പോയിട്ടുള്ളത്. ജയിലിൽ ഇവരുണ്ടായിരുന്ന സമയത്ത് ഇവരവിടെ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ നോക്കിയപ്പോൾ ഇവരെ കൊടുക്കാനുള്ള വഴിയാണ് നോക്കിയിട്ടുള്ളത്. എന്തൊക്കെയോ പരിപാടിയിൽ ഇവരെ കൊടുക്കണം. കാരണം അവർ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ അവരെ കുറ്റവാളിയാക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞാനൊരു വ്യക്തി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വെച്ചോ, പക്ഷെ എന്നെ കൊടുക്കണമെന്ന് ഒരുത്തനോ ഒരുത്തിയോ ഒന്ന് ആഞ്ഞു വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കിട്ട് പണിയാൻ പറ്റും. അത് സ്വാഭാവികമാണ്. അത് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പറ്റും. അത് തന്നെയാണ് ഇവിടെ ദിലീപിന്റെ കേസിൽ നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദിലീപാണ് കുറ്റവാളിയെന്ന് തെളിയിക്കണമല്ലോ. കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് അവിടെ ഗൂഢാലോചന നടത്തിയ ഒരാളെന്ന് പറയുന്ന സാധനം കാണുമല്ലോ, അവനെ അടുത്ത് തൂക്കണ്ടേ ആരാണെന്ന്. പക്ഷെ ആൾക്കാർക്ക് അതൊന്നും പറ്റില്ല. കോടതിയും തെറി വിളിച്ച്, നിയമത്തെയും തെറി വിളിച്ച്, ജഡ്ജിയെയും തെറി വിളിച്ചിരിക്കുന്നു, അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ? എവിടെ? അതുമില്ല. ആ നാറികളെ ശിക്ഷിച്ചു, ഓക്കെ. പക്ഷെ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ നാറിയെ പിടിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അതിജീവിതയ്ക്കും നീതി ലഭിച്ചിട്ടില്ല എന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിജീവിതയ്ക്കും നീതി ലഭിക്കണം. ദിലീപ് കുറ്റവാളിയാണോ അല്ലേ എന്ന് തീർച്ചപ്പെടുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇവിടെ ദിലീപ് 100% നിരപരാധി ആണെന്ന് തെളിയുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ആണ് ഈ ശ്രീലേഖ IPS എടുത്ത് വച്ച് നിരത്തിയിട്ടുള്ളത്. പക്ഷെ അന്ന് അവരെല്ലാരും ചെളിവാരി അടിച്ച് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കുറച്ച് ദിവസം മുന്നേ കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജയിലിൽ നടന്നിട്ടുള്ള തോന്നിവാസങ്ങളും എല്ലാം. സർവീസ് ഇരുന്ന സമയത്ത് തനിക്ക് ഇതെല്ലാം പൊളിച്ചടുക്കി പറയാൻ പറ്റത്തില്ല. കാരണം തന്നെ ചരട് വലിക്കാനും തന്നെ പിടിച്ചു നിർത്താനും ഗവൺമെന്റിന്റെ ഒരു ചരട് വലി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് സർവീസ് ഇരിക്കുന്ന സമയത്ത് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ കരിയറിനെയും എല്ലാത്തിനെയും ബാധിക്കും എന്നുള്ളൊരു കാര്യം സത്യമാണ്. പല ആൾക്കാരും പല സർവീസിലുണ്ടായിരുന്നിട്ടുള്ള പോലീസുകാരും അവർ റിട്ടയർ ആയതിനു ശേഷം പിന്നെ വന്നിരുന്നിട്ട് അവിടെ നടക്കുന്ന ചെറ്റത്തനങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് ഉള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പം ഈ ശ്രീലേഖ IPSും അവരും വന്നിരുന്നിട്ട് അവിടെ നടന്നിട്ടുള്ള ചെറ്റത്തനങ്ങൾ ഓരോന്നും വിളിച്ചു പറയുന്നത്. പക്ഷെ അവർ പറയുമ്പോൾ ദിലീപിനെ കുറ്റവാളികൾ എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവര് കള്ളിയാണ്, അവര് പൈസ വാങ്ങി എന്നുള്ള മൈൻഡിലാണ് അവരുടെ സംസാരം. കുറെ പേര് പറയുന്നു ജഡ്ജിക്കടക്കം ദിലീപ് പൈസ വാരി എറിഞ്ഞത്. എന്തുവാടേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഇങ്ങോട്ട് പൈസ വാരി എറിഞ്ഞാൽ പോരായിരുന്നു? അത്രയും പോരെ? അതുകൊണ്ട് അതൊന്നും വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ സത്യം തെളിയാൻ വേണ്ടിയിട്ട് വേണം സംസാരിക്കാൻ. ഇപ്പോഴും ഓരോല്ലാണ്ട് വന്നിരുന്നിട്ട് ദിലീപിനെ തെറി വിളിക്കുന്നവന്മാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. കാവ്യ മാധവന്റെ ആദ്യത്തെ കല്യാണം വരെ കുത്തിപ്പൊക്കി അടിക്കുന്ന ടീംസുകളാണ്. എന്ത് പറയാൻ? അതുപോലെ മൊഴി മാറ്റി ഭാമ അടക്കം മൊഴി മാറ്റി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. ആ കാര്യം വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ശ്രീലേഖ IPS പറയുന്നുണ്ട്. ക്ലിയർ കട്ടാണ്. അതായത് നമ്മൾ പോലീസുകാരുടെ അടുത്ത് പറയുന്ന സമയത്ത് അവരെഴുതി പിടിപ്പിച്ച് കുറെ കൂടി കൈന്നിട്ട് എഴുതി പിടിപ്പിച്ച ഒരു സംഭവം എടുക്കും. എന്നിട്ട് അതിനുശേഷം ഈ സാധനം കോടതിയിൽ പോയിട്ട് അവിടെ നിന്ന് വായിപ്പിക്കുമ്പോൾ നമ്മളിതല്ലല്ലോ പറഞ്ഞ്, ഞാനിങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് പറയുമ്പോൾ നേരെ ഇവർക്ക് കിട്ടുന്ന പേരാണ് മൊഴി മാറ്റി പറഞ്ഞു, ദിലീപിന്റെ പൈസ വാങ്ങി നക്കി എന്നുള്ള പേരുകൾ. ഈ ഒരു സാധനം ഇത് ദിലീപിന്റെ കേസിൽ മാത്രമല്ല സകലമാന കേസുകളിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ സകലമാന കേസുകളിലും ഇതുപോലെ മൊഴി മാറ്റി എന്ന് പറയുന്നത് ഇവന്മാരെ നാറി കളികളാണ്. ഇവന്മാർ നാറിയ വർത്തമാനങ്ങൾ പലതും ആഡ് ചെയ്ത് എഴുതി വെക്കും. എന്നിട്ട് കോടതിയിൽ വരുമ്പോൾ നമ്മളിതല്ലല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും. ചിലവർ ഇത് തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് അവസ്ഥകൾ. വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഈ ശ്രീലേഖ IPS പറയുന്നത് കേട്ടുനോക്കാം. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏത് അറ്റം വരെയും തീർത്ത് കഴിഞ്ഞാലേ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അത് നവവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. ഈ ചെയ്തവരെല്ലാവരും അത് പരമാവധി നീട്ടി കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് തീരാൻ പോണില്ല എന്നുള്ള ഇപ്പം ഇത്രയും വർഷം 7 വർഷമായി. കുറെ നാളും 4 വർഷം ഇപ്പൊ നാളെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്.
പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയമായി ഇങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ വീഡിയോ ചെയ്തത് ഒരു ഉദ്ദേശം കൊണ്ടുമല്ല, എനിക്ക് ഒരാളെ ഇങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ അവതരിച്ചു. അയാൾ വന്ന് വേറെ കുറെ കഥകൾ പറഞ്ഞു, കുറെ കേസും കൂടെ ആയി, പിന്നെ വേറെ ഒരു കേസായി, പിന്നെ അങ്ങനെ നീണ്ടു പോകുന്നതിനൊരു അന്ത്യം വേണ്ടേ എന്നൊരു ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ഈ മേഡം ഒരു 3 വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ദിലീപ് അല്ല കുറ്റക്കാരൻ, എല്ലാവരും കൂടി ഗൂഢാലോചന ചെയ്ത് ദിലീപിനെ കുടുക്കിയതാണെന്നുള്ള കാര്യം അവർ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്ന് അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാണ് ഇവരെ തെറി വിളിച്ചുകൊണ്ടിരുന്നത്, ഇവര് ദിലീപിന്റെ പൈസ വാങ്ങി നക്കി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴും അത് തന്നെയാണ്. ഇത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാർ തന്നെയാണ് ഇതിന്റെ ഇടയിൽ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം മീഡിയക്കാർ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച സംഭവം എങ്ങനെയാണ്, ദിലീപിനെതിരെയുള്ള എല്ലാ ഞെട്ടിക്കുന്ന തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, മാങ്ങയാണ് തൊലിയാണ് തേങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും മീഡിയക്കാർ പറയുന്ന കറക്റ്റാണ്, അത്രയും തെളിവുകൾ കയ്യിലുള്ളത് കൊണ്ടല്ല അവരങ്ങനെ പറയുന്നത്. പക്ഷെ ഒരു തേങ്ങയുമില്ല, ഇവന്മാർ ചുമ്മാ പൊലിപ്പിച്ച് പറഞ്ഞാണ്. അവസാനം ദിലീപ് കുറ്റവാളിയാണെന്ന് ഉള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുക. അവർക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. ദിലീപ് അല്ല എന്നുള്ള രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നാളെ വേറെ ആരെയും കുറ്റവാളിയെന്ന് പറഞ്ഞാലും അവർക്ക് മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിലൊരാളുണ്ട്, ദിലീപ് ജനപ്രിയ നായകനാണ് കുറ്റവാളി എന്നാണ് അവരുടെ മനസ്സിൽ അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നോ, ഇതിന്റെ സത്യം തെളിയണമെന്നോ, അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നോ, യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നോ, ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനോ ഒന്നും ഈ സാധാരണക്കാർ ജനങ്ങൾക്ക് താല്പര്യമില്ല. അവരുടെയൊക്കെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ ശിക്ഷിക്കണം, മാക്സിമം ശിക്ഷ ദിലീപിന് കൊടുക്കണം. കാരണം ഇത് മീഡിയക്കാർ ഇഞ്ചക്ട് ചെയ്തൊരു വിഷമാണ്, അത് മാറുന്നില്ല. ആ ഡോസ് ഹെവി ഡോസായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവർ മാറി ചിന്തിക്കുന്നില്ല. അതല്ല മാഡം പറയുന്നത് കേട്ടോക്ക, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ടിൽ ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ, ജയിലിൽ ഇങ്ങനെ അവശ നിലയിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞ് അതിനെപ്പറ്റി സംസാരം കേട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി, പിന്നെ ആളുകളോട് ചോദിച്ചു, ഞാൻ കേസ് പഠിച്ചു, അതിന്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി. ഒരു DGP തന്നെ പറയുന്നു അത് ഞങ്ങൾ തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു. അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാം ഇപ്പൊ ക്ലിയർ ആണ്. ഒരു DGP തന്നെ പറഞ്ഞു ഇതിന് തെളിവെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറയുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് മറ്റേ തലയ്ക്ക് ഓളമില്ല. അവരവിടെ ഉണ്ടായിരുന്നതാണ്. ഈ പുറത്തിരുന്ന് തെറി വിളിക്കുന്ന കിഴങ്ങന്മാർക്ക് കിഴങ്ങിയൊക്കെ ഇതിന്റെ എന്തെങ്കിലും തേങ്ങ അറിയാവോ? മീഡിയക്കാർ പറഞ്ഞത് ആഹാ ഓഹ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഇതിന്റെ അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളും അന്വേഷണങ്ങളും ആ ജയിലിന്റെ അകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളും കോടതിയിലുള്ള കാര്യങ്ങളും വിധിപ്പകർപ്പും ഈ ജഡ്ജ്മെന്റും എന്തെങ്കിലുമൊക്കെ തേങ്ങകൾ നിങ്ങൾക്കൊക്കെ അറിയാവോ? അവർ വന്നിരുന്ന് ഉള്ള സത്യം തുപ്പുമ്പോൾ അവരെ പള്ളു വിളിക്കാനും തെറി വിളിക്കാനും മാത്രം വീഡിയോയും കാണിച്ചുകൊണ്ട് ഇറങ്ങിക്കോളും. സീരിയസ്ലി പറയാമല്ലോ, പുച്ഛം മാത്രമാണ്. കുറെ വിവരദോഷികളാണ് ഈ നാട്ടിലുള്ളതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ദിലീപിന്റെ കാര്യത്തിലും ഞാൻ ചെന്നത് കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിശദീകരിച്ചു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് വിശദീകരിച്ചു. പക്ഷെ അവർക്കൊക്കെ അത് അറിയാമെന്നുള്ളതാണ് അവർക്കൊക്കെ ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് അറിയാം. പക്ഷെ ദേ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. അത് നടക്കട്ടെ, കേസല്ലേ നടക്കട്ടെ, അതൊക്കെ ആയിരിക്കും. പക്ഷെ നടക്കട്ടെ എന്നുള്ള മട്ടി പറയുമ്പോൾ അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇവർക്കതെല്ലാം അറിയാം. അതുകൊണ്ടാണ് എനിക്കത് നടപടി എടുക്കാത്തത്. വീഡിയോ എടുത്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നതും അതുകൊണ്ടാണ്. എന്ത് ചെയ്യും അവര്? അതെ, എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ജനങ്ങള് കുറെ വിവരമുള്ള ആൾക്കാർ പറയുന്നുണ്ട്, നമ്മുടെ കമന്റ് ബോക്സിലായാലും പറയുന്നുണ്ട്, ഈ അന്വേഷിച്ച പോലീസുകാർ നല്ലപോലെ അട്ടിമറിച്ചിട്ടുണ്ട്, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറെ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടാക്കി. അത് പോലീസുകാർക്ക് ദിലീപിനോടുള്ള അസൂയ കൊണ്ടൊന്നും അല്ല, അത് തീർച്ചയാണ്. പക്ഷേ വേറെ ആരുടെ കൊട്ടേഷന്റെ പിൻബലത്തിലാണ് അവരടക്കം ഈ കളി കളിച്ചിട്ടുള്ളത്. ആ വ്യക്തികളെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരുന്നില്ല. വന്നാൽ പല പ്രമുഖന്മാരും മുട്ടുകുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പുറത്തു വരാതെ നിൽക്കുന്നത്. ദിലീപിന്റെ കരിയർ തുലയ്ക്കുക എന്നുള്ള ഒരൊറ്റ ഇന്റൻഷൻ എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് ദിലീപ് കുറ്റവാളിയാണെങ്കിൽ തെളിവ് സഹിതം വെച്ച് കോടതി ശിക്ഷിക്കട്ടെ. ബാലചന്ദ്രകുമാർ കൊണ്ടാക്കിയ തെളിവുകളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്, പച്ചക്കള്ളമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പച്ചക്കള്ള എല്ലാം തെളിഞ്ഞ് നല്ല ഒന്നാം തരം കള്ളങ്ങൾ. ആ ബിജു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് വന്നിരുന്ന് ചിരിച്ചോണ്ടിരുന്നെന്ന് അങ്ങേര് പറഞ്ഞു. പക്ഷെ അന്നേ ദിവസം ആ വ്യക്തി തന്റെ മകളുടെ ആവശ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ തന്നെ കള്ളം പൊളിഞ്ഞു. അപ്പൊ അത്തരം പച്ച കള്ളങ്ങളാണ് അങ്ങേര് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തം അടപടലം തേഞ്ഞൊട്ടിയ കഥയാണ് ഇവിടെ നടന്നിട്ടുള്ള. ദിലീപിനെ കുടുക്കുക, അവന്റെ കരിയർ തുലയ്ക്കുക, ഈ ഒരു ഒറ്റ ഇന്റൻഷൻ വെച്ചിട്ടാണ് ഇവിടെ നാറിയ കളി നടന്നിട്ടുള്ളത്. അതിൽ ഒരു മാറ്റവും ഒരു തർക്കവും ഇല്ല. കാരണം ഇതിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ 1-2 പേര് മാത്രമാണ് ആദ്യമായിട്ട് കുറ്റം ചെയ്തവര്. ബാക്കി എല്ലാവരും മുൻ കേസുകളിൽ പ്രതികളാണ്. പ്രത്യേകിച്ച് പൾസർ സുനിക്ക് വളരെ മോശമായ ഒരു പശ്ചാത്തലമുണ്ട്. എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത്, ഞാൻ എറണാകുളത്ത് 12 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ DIG ആയി റേഞ്ചിലും IG ആയി സെൻട്രൽ സോണിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമാ മേഖലയിലുള്ള പലരും എന്റെ അടുത്ത് പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട്.
എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന 2-3 നടിമാർ എന്നോട് ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചുപറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പേരോട് ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് പോലീസിൽ പറയാത്തത്, നമുക്കത് കേസാക്കി ഇയാളെ അകത്താക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് എന്റെ ഒരു കരിയർ നശിക്കേണ്ട എന്ന് വിചാരിച്ചും, കൂടാതെ പോലീസിന്റെ പുറകെ കേസുമായിട്ടൊക്കെ പോകണ്ട എന്നുള്ളത് കൊണ്ടും ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനഹാനി എനിക്കാണ് എന്നറിയാവുന്നത് കൊണ്ടും ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ, ഇത് ഇവരെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഈ പൾസർ സുനി എന്ന് പറയുന്ന പരമചറ്റ പല നടിമാരെ ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും അതിന്റെ പിന്നാലെ ഗൂഢാലോചന എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു. അവന്റെ ഇന്റൻഷൻ പൈസ ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു നടിക്ക് ആക്രമണം വന്നപ്പോൾ മാത്രം അവൻ പറഞ്ഞ ഒറ്റ പേര് വെച്ചുകൊണ്ട് അന്നും ഇത് അവൻ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ ഈ ഒരു കേസ് വന്നപ്പോൾ മാത്രം ഈ പൾസർ സുനി വന്നിട്ട് ദിലീപിന്റെ പേരങ്ങ് ഇട്ടുകൊടുത്ത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ തന്തയ്ക്ക് പറക്കാത്തവനാണ്, തന്തേരെ തന്തയ്ക്ക് പറക്കാത്തവനാണ്, പാലം വലിക്കുന്ന നാറിയാണ്. അവൻ പറയുന്ന വാക്കുകൾക്ക് ആണ് ഇവിടെ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വിശ്വാസം. ഈ ദിലീപിനെ പേരെടുത്തിട്ട് അവൻ ദിലീപിനെ അങ്ങ് ഇട്ടുകൊടുത്ത് ദിലീപന്റെ പിന്നിലുണ്ടോ ഇല്ലേന്നൊന്നും അന്വേഷിക്കാൻ നിന്നില്ല. പകരം ഗൂഢാലോചന നടത്തി ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് പോലീസുകാർ ഉൾപ്പെടെ കൂട്ടുനിന്നുകൊണ്ട് നാറികളെ കളിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാണ്ട് പിന്നെ എന്നാണ് ഇവിടെ അതിജീവിതയ്ക്ക് നീതി കിട്ടണ്ടേ? ആ പെൺകുട്ടി, ആ നടി അനുഭവിച്ചിട്ടുള്ള ആ ഒരു മാനസിക അവസ്ഥ അവർക്ക് നീതി ലഭിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണ്ടേ? ഇതുപോലുള്ള ഈ പൾസർ സുനികൾ ഇനി ഉണ്ടാവാതിരിക്കണ്ടേ? എവിടെ ഇനി ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഈ ഒരു അതിജീവിതം മാത്രമല്ല, ഒരുപാട് അതിജീവിതമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും നീതി ലഭിക്കണ്ടേ? എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണ്ടേ? പക്ഷെ നമ്മുടെ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ചേച്ചിമാര് ഹൈപ്പിൽ നിൽക്കുന്ന ന്യൂസിൽ മാത്രമേ വരത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മേഡം പറയുന്ന കേട്ടോ, പോലീസിൽ ജോലി ചെയ്ത എല്ലാ വ്യക്തികൾക്കും, ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്, ഫോഴ്സ്ഫുൾ ആയിട്ട് പോലീസ് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാള് ഞാൻ മാത്രമല്ല ഇതിന്റെ കുറ്റവാളി, ഇതൊരു കൊട്ടേഷൻ ആണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് എന്ന് ആ നിമിഷം ആ ദിവസം പറയും. അതെ, അപ്പൊ പോലീസുകാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. കാരണം ചുമ്മാ കൂടി ഒരാളുടെ പേരങ്ങ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചുമ്മാ ഞാൻ ഇതിന്റെ പിന്നിലല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണെന്നൊക്കെ ചുമ്മാ പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഇപ്പോഴത്തെ ഒരു സംശയം, എന്തുകൊണ്ട് അന്വേഷണം ആ സമയത്ത് പോലീസുകാർ അന്വേഷിച്ചല്ലോ, ആ അന്വേഷണം ലാലിലോട്ട് പോയില്ല, വണ്ടിയുടെ RC ഓണറിലോട്ട് പോയില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഇവിടെ ദിലീപിന്റെ ടവർ ലൊക്കേഷനും പൾസർ സുനിയുടെ ടവർ ലൊക്കേഷനും എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ കാണിച്ച ശുഷ്കാന്തി എന്തുകൊണ്ട് ലാലിന്റെയും പൾസർ സുനിയുടെയും ടവർ ലൊക്കേഷൻ എടുക്കാൻ ശുഷ്കാന്തി കാണിച്ചില്ല? അതുപോലെ മാർട്ടിൻ അവന്മാരുടെയൊക്കെ എല്ലാം, പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്നല്ലോ, ലാലിന്റെ മകൻ, ഇവരുടെയൊക്കെ ടവർ ലൊക്കേഷൻ എടുക്കാനുള്ള ശുഷ്കാന്തി പോലീസുകാർ കാണിച്ചില്ല. അതാണ് പറയുന്നത് എന്റെ പൊന്നു മക്കളെ, ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്തിട്ടില്ല, എന്നാൽ നിരപരാധികളെ പിടിച്ച് കള്ളത്തെളിവും വ്യാജമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തും കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി. ഈ കേസ് ഇന്നും നാളെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടേയിരിക്കും. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കത്തില്ല. അതാണ് മറ്റൊരു വാസ്തവം. CBI കൊണ്ട് അന്വേഷിപ്പിക്കാണ്ട് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ ഒരു കാലത്തും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നതാണ് 100% ഒരു സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ. അതാണ് സത്യം. ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. യഥാർത്ഥ കുറ്റവാളികൾ വീണ്ടും പൊതുസമൂഹത്തിൽ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുമെന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. അവന്മാർ വീണ്ടും ഞെളിഞ്ഞ് നടക്കും. അല്ലാണ്ട് ഇവിടെ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ. സംഭവം നടന്ന് ഇവർ അറസ്റ്റിലായി 3 മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരു പത്രത്തിൽ ഒരു വാർത്ത പുറത്തു വരികയാണ്, ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നും. അത് കണ്ടപ്പോഴും എനിക്ക് അസ്വാഭാവികമായിട്ട് തോന്നിയില്ല. പോസിബിൾ ആണ്, ശരിയായിരിക്കാം, ചെയ്തിരിക്കാം എന്ന്. ആദ്യം അറിഞ്ഞത് ജയിലിൽ കിടക്കമേ ഈ ആള് പൾസർ സുനി അല്ല, അയാളുടെ സഹതടവുകാരൻ ദിലീപ് എന്ന് പറയുന്ന നടന്റെ സുഹൃത്തായ നാദിർഷായെ ഫോണിൽ വിളിച്ചു എന്ന്. അപ്പൊ ജയിലിൽ കിടന്നുകൊണ്ട് ഫോൺ വിളി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ്. 3 മാസമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഒരു ഫോൺ പോയി എന്ന് അറിയുന്നത്. അതിന്റെ പശ്ചാത്തലം ഒരു ജയിൽ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ അന്വേഷിച്ചു. പിന്നീട് ഒരു മാധ്യമത്തിലൂടെ ഞാൻ കണ്ടു, വളരെ കാഷ്വൽ ആയിട്ട് അതിൽ ഒരാൾ പറയുന്നു, ഒരു സഹതടവുകാരൻ പറയുന്നു, ആ ഫോൺ അവൻ കോടതി പോയപ്പോൾ കടത്തിക്കൊണ്ട് വന്നതാണ്. വിചാരണ തടവുകാരനായതുകൊണ്ട് 14 ദിവസത്തേക്ക് മാത്രമാണ് റിമാൻഡിൽ കഴിയാനായിട്ട് കോടതി അംഗീകരിക്കുക. 14 ദിവസം കഴിയുമ്പോഴേക്കും പോലീസുകാർ തന്നെ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. അതിന്റെ രീതി എന്ന് പറയുന്നത്, പോലീസുകാർ ജയിലിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കും. ജയിൽ ഓഫീസേഴ്സ് ഈ പ്രതികളെ റെഡിയാക്കി എല്ലാ ദേഹപരിശോധന മുഴുവനും നടത്തിയിട്ട് ശരീരത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട്
പുറത്ത് കൊണ്ടുപോയി പോലീസ് ഓഫീസേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യും. പോലീസ് ഓഫീസേഴ്സ് ഇവരെ വണ്ടി കയറ്റി കോടതിയിൽ കൊണ്ടുപോകും. റിമാൻഡ് എക്സ്റ്റൻഷൻ ആണോ ജാമ്യമാണോ എന്താണെന്ന് കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരുമ്പോൾ ജയിലിന്റെ വാതിലിൽ വെച്ച് പോലീസ് ഓഫീസേഴ്സ് ജയിൽ ഓഫീസേഴ്സിന് ഇവരെ ഹാൻഡ് ഓവർ ചെയ്യും. ജയിൽ ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും ശരീരവും വസ്ത്രവും എല്ലാം വളരെ തറവായിട്ട് പരിശോധിക്കും. അതൊരു മുറിയുണ്ട്, വസ്ത്രം അയച്ചു തന്നെ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. അതിനുശേഷമാണ് ഇവരെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതിലൊരു സഹതടവുകാരൻ പറഞ്ഞത് ഇതുപോലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളെ ചെരുപ്പിന്റെ അകത്ത് ഒളിച്ചു വെച്ച നിലയിൽ ഫോൺ കൊണ്ടുവന്നു എന്നാണ്. അതൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചെരുപ്പിന്റെ അകത്ത് ഒളിച്ചു വെക്കാൻ ഫോൺ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. ഇനിയും മറ്റേ കോതത്തിന്റെ ഇടയിൽ കയറ്റിയെന്ന് പറഞ്ഞാലും പറ്റത്തില്ല, ഫോണൊന്നും അതിന്റെ ഇടയിൽ ഇരിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് കള്ളമാണ്, അത് പച്ചക്കള്ളമാണ്. ഏതോ പോലീസുകാരാണ് ആ ഫോൺ കൊടുത്തിട്ടുള്ളത്, ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതാരെന്ന് കണ്ടുപിടിച്ച് അവനെ പിടിച്ച് ഇടിച്ച് ചോദ്യം ചെയ്താലും മതി, ഇതിന്റെ സത്യം പുറത്തു വരും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇവിടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ കുറ്റവാളിയാക്കുക, അവന്റെ കരിയർ നശിപ്പിക്കുക. ആ ഒരൊറ്റ ഇന്റൻഷൻ വെച്ചിട്ടാണ് ഈ കളി കളിച്ചിട്ടുള്ളത്, ഈ സകലമാന കളികളും കളിച്ചിട്ടുള്ളത്. സത്യം പറയാലോ, ഇവിടെ ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കേ ഒന്നുമില്ലടേ. രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാർ മെൻസ് കമ്മ്യൂണിറ്റി ഫെലോഷിപ്പ് മറ്റെന്തോന്ന് ആ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതല്ലാണ്ട് അതും ഒരു വലിയൊരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറയാമല്ലോ, ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്റ്റേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതും ഇല്ല. എല്ലാം ഏറിപ്പോ എന്തിന് രാഹുൽ ഈശ്വർ കട്ടാക്കി നിൽക്കുന്നുണ്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അങ്ങേരും പോയി അകത്ത്. അതുകൊണ്ട് ആണുങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലടേ. പെണ്ണുങ്ങൾ പറഞ്ഞാൽ അത് തന്നെ ശരണം. പിന്നെ വല്ല നാളുകളും വന്നിട്ട് കള്ള പേരെടുത്തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ശരണം. ഇവിടെ ഒരാളെ തകർക്കണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ദിലീപാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെങ്കിൽ ഇത്രയും പണവും ബലവും കാര്യങ്ങളും ഉള്ള ദിലീപ് ഊരിപ്പോകുമായിരുന്നു നൈസായിട്ട്. ഏത് ആ സമയത്ത് തന്നെ ഇതെല്ലാം നൈസായിട്ട് ഊരിപ്പോകുമായിരുന്നു. പക്ഷെ ദിലീപ് ആ സമയം മുതൽ താൻ ആ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ തെളിയണമെന്നുള്ള രീതിയിൽ നുണപരിശോധന നടത്താനും CBI കൊണ്ട് അന്വേഷിപ്പിക്കാനും എല്ലാം മുന്നിട്ട് നിന്നു. തനിക്ക് വന്ന കത്ത് മേൽ അധികാരികളെ ഏൽപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം വെടിപ്പായിട്ടാണ് ദിലീപ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് നിന്നത് കൊണ്ട് തന്നെ ആവാം ഒരു കാര്യമില്ലാതെ തന്റെ കരിയർ തൊലഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടിയോന്ന് ചോദിച്ചാൽ അതുമില്ല, യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ചോന്ന് ചോദിച്ചാൽ അതുമില്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കേസ് ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഇതിങ്ങനെ നീട്ടി ചുമ്മാ വിട്ടിരിക്കും. ഇത് കാലാകാലമായിട്ട് ദിലീപിന്റെ തലയിൽ തന്നെ നിൽക്കും. ഇനി ദിലീപിന്റെ മരണം വരെ ഇത് ദിലീപിന്റെ തലയിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ കോടതി എന്ന് പറയുന്ന സാധനമുണ്ട്, മനസാക്ഷിയുടെ കോടതി. ആ കോടതിയിൽ ജനങ്ങൾ സത്യം പറഞ്ഞ ഇപ്പൊ തെറ്റായ തീരുമാനമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആ മനസാക്ഷിയുടെ കോടതിയിൽ കുറെ വിഡ്ഢികളായ ജനങ്ങൾ വീണ്ടും ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാർ പറഞ്ഞ ആ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. മീഡിയക്കാർ ഉറപ്പിച്ച് പറഞ്ഞു കളഞ്ഞു ദിലീപാണെന്ന്. അവന്മാർക്ക് എന്തെങ്കിലും ഗീരവത്ത് അറിയാം? ഒരു തേങ്ങ അറിയത്തില്ല, ഒരു തെളിവുമില്ല. പക്ഷെ അവന്മാർ അന്ന് ഉറപ്പിച്ച് പറഞ്ഞു കളഞ്ഞു. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ കാര്യം ഇത്രയും വഷളായി പോയത്. മീഡിയക്കാരടക്കം ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയ്ക്ക് അവർക്ക് മിടുക്കായിരുന്നു ദിലീപിനെ കുറ്റവാളിയാക്കാനായിട്ട്. അത് അവരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി മേഡം പറയുന്ന കേട്ടോ. കാക്കനാട് ജയിലിലായിരുന്നല്ലോ കിടന്നിരുന്നത്. എല്ലാ സെല്ലുകളിലും വീഡിയോ ക്യാമറയുണ്ട്. അപ്പൊ അങ്ങനെ വീഡിയോ ക്യാമറ ഇട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പൾസർ സുനി കിടന്നുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തിരിച്ചു മറിഞ്ഞും കിടന്നുകൊണ്ട് വളരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതും ഫോണിന്റെ ഒരു റിഫ്ലക്ഷൻ മതിലിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ഇവരുടെ കൈ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരത് സമ്മതിച്ചില്ല. മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത്. ആ നമ്പർ അവൻ എവിടുന്ന് കിട്ടി, എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവന്റെ സഹതടവുകാരെയും ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിനൊന്നും അവർ പറഞ്ഞില്ല. അവരൊരിക്കലും പറയില്ലല്ലോ. ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വായെടുത്ത കള്ളമല്ലാതെ വേറൊന്നും പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം പറയും. കേട്ടല്ലോ, വായെടുത്ത കള്ളം മാത്രം പറയുന്ന ഒരു നാറിയാണ് ഈ പൾസർ സുനി. ഒരു ദിവസം പറഞ്ഞല്ലേ പിറ്റേ ദിവസം പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പോലീസുകാരെ ഒരിക്കലും അവനെ ഒന്ന് സഹായിക്കാണ്ട് അവന്റെ ഒന്നും കയ്യിൽ ഫോൺ എത്തത്തില്ല, ഒരിക്കലും എത്തത്തില്ല. ഇനിയിപ്പം ചിലപ്പം അടുത്ത് പറഞ്ഞുണ്ടാക്കും, കോടതി വളപ്പിൽ വെച്ച് ദിലീപാണ് പൾസർ സുനിക്ക് ഫോൺ കൈമാറിയത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേടേ, ഒന്നും പറയാനില്ല. ചിലപ്പോൾ അങ്ങനെയും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ അവരെ പറഞ്ഞുണ്ടാക്കും. വേണമെങ്കിൽ ദിലീപാണ് മറ്റേ വളപ്പിൽ വെച്ചിട്ട് ഫോൺ കൈമാറിയത്, ആരും കാണാൻ മോളിൽ നിന്ന് ഇട്ടുകൊടുത്ത്, ഇങ്ങനെ വേണമെങ്കിലും പറയും. അതാണ് ഇവിടെ ഒരുത്തനെ പൂട്ടണം, ഒരുത്തനെ നശിപ്പിക്കണം എന്ന് കുറച്ച് പേര് ഒരുമിച്ച് ചിന്തിച്ചിറങ്ങിക്കഴിഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഒരു തെളിവില്ലാണ്ട് നടിയെ ആക്രമിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യർ വന്ന് പറയുകയാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു വാര്യർക്ക് എങ്ങനെ അറിയാം? ഒരു രീതിയിലും തെളിവില്ലാണ്ട്, പൾസർ സുനി ഒന്നും പറയാണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് ഈ പറയുന്ന മഞ്ജു വാര്യർക്ക് എങ്ങനെ അറിയാം? എൻ്റെ ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടുമോ? എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉള്ളതെന്ന് മഞ്ജുവിനറിയാം? കിട്ടത്തില്ല. അതിനൊന്നും ഉത്തരം കിട്ടത്തില്ല. മാർട്ടിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മഞ്ജുവിന് മുംബൈയിൽ ഫ്ലാറ്റ് കിട്ടിയെന്ന്, മനസ്സിലായ? അതുകൊണ്ട് ഇതെല്ലാം ഉടായ്പകളാണ്.
എല്ലാ ഉടായ്പകളും പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വരണം. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വരില്ല. യഥാർത്ഥ കുറ്റവാളികൾ വീണ്ടും കപടമുഖവും അണിഞ്ഞ് സമൂഹത്തിൽ നന്മമരമായിട്ട് ഇറങ്ങി നടക്കുമെന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെയും അവന്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിന്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു. അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവർ തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു, ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ആ പോലീസുകാരനായിരിക്കണം തീർച്ചയായിട്ടും ആ ഫോൺ ഇവന്റെ കയ്യിൽ കൊടുത്തത് എന്നുള്ള ഒരു അസംഷനിലാണ് ഞങ്ങൾ എത്തിയത്. കേട്ടല്ലേ, ഇതിപ്പം ഇവര് പറഞ്ഞപ്പം ഇവരെ പൂരത്തെറിവിളിയായിരുന്നു. ഇവര് ദിലീപിന്റെ പൈസ വാങ്ങി അത് തന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂരത്തെറിവിളിയായിരുന്നു ഇവർക്കെതിരെ അന്ന് നടന്നിട്ടുള്ളത്. വിവരദോഷികള് പലതും വിവരമില്ലാതെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തു പറയാൻ, സത്യം ജയിക്കണമെന്ന് ഇവിടെ ആർക്കുമില്ല. ഇവിടെ ദിലീപിനെങ്കിലും ശിക്ഷിക്കണം, ഇതാണ് ഉടനീളം നാട്ടുകാരുടെ പ്രതിജ്ഞ. ഇവർ വന്നിരുന്ന പച്ചയായ സത്യങ്ങൾ അന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ ഒരുപാട് പേര് ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നവര് ഈ ഇന്റർവ്യൂ ഒന്നും കാണുന്നില്ലേടേ, ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇവർക്കെന്ത് തലയ്ക്ക് ഓളോ ഇവർക്ക് വന്നിട്ട് ചുമ്മാ തള്ളി മറിക്കേ? എന്തോന്നടേ ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കറിഞ്ഞൂടെ എന്ത് മത്തങ്ങളാണ് നാം സംഭവിക്കുന്നതെന്ന്. ഈ ഫോൺ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൂട്ടുപ്രതിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ റിക്കവർ ചെയ്തു എന്നൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചു. അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് വിശദമായ ഒരു റിപ്പോർട്ട് റെക്കോർഡിംഗ് സഹിതം ഇത് ഞാൻ കൊടുത്തിട്ട് അന്വേഷിക്കണം എന്ന് DGPയോട് അന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അതിൽ എന്ത് അന്വേഷണം നടന്നു എന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും വ്യക്തമായ ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നും കിട്ടൂല, അങ്ങനെ ഒരു ഉത്തരവും കിട്ടില്ല. കാരണം ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള പോലീസുകാരന്മാർ ഉൾപ്പെടെ, അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവും കിട്ടത്തില്ല. എന്റെ പൊന്നു മാഡം, നിങ്ങൾ എടുത്ത എഫർട്ട് വെറും പാഴായി പോയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ എവിടെ എത്തി, കോടതിയിലെത്തിയപ്പോൾ എല്ലാം പൊളഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ദിലീപിനെ കുടിക്കവരുടെ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ അവനെ നാറ്റിക്കുക, അവന്റെ കരിയർ തുലയ്ക്കുക, ഇങ്ങനത്തെയൊക്കെ ഇന്റൻഷൻ ആയിരിക്കും. അല്ല കാലാകാലം കൊണ്ടിട്ട് ജയിലിടുക, തൂക്കിക്കൊല്ലുക, ഈ ഒരു സെറ്റപ്പ് ആയിരിക്കണമെന്നില്ല. ദിലീപിന്റെ കരിയർ നശിപ്പിക്കുക, അവനെ പൊതുസമൂഹത്തിൽ ചെളിവാരി എറിയാനുള്ള രീതിയിലാക്കുക, ഇത്തരം ഇന്റൻഷനുകളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇവിടെ കളിച്ചിട്ടുള്ളത്. എന്തോ നല്ല കളി കളിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പിടിച്ച് ചോദ്യം ചെയ്യണം. നടീനടന്മാരുടെ സംഘടന ചേർന്ന് ഈ സംഭവം അപലപിച്ച ഒരു മീറ്റിംഗിന്റെ ഇടയിലൂടെ ആദ്യമായി ഒരാൾ ഇതിന്റെ ഗൂഢാലോചനയുടെ പുറകിലുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് ഒരു ദിവസം പത്രങ്ങളിലൂടെ ദിലീപ് എന്ന ഒരു ആക്ടറിന്റെ പേര് ഉയർന്നു കേൾക്കാൻ ഇടയാവുകയും ചെയ്തു. ഇത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ പത്രങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും വേണ്ട, 1-2 പേരെ മതി, അല്ലെങ്കിൽ 10% താഴെയുള്ളവരെ മതി. പക്ഷെ അത് പ്രഗത്ഭരായിട്ടുള്ള പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസ്യതയുള്ള 2 പേരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു കൊടുത്താൽ അവരിത് എഴുതാനോ പറയാനോ തുടങ്ങിയാൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പത്രങ്ങളിലൂടെ വന്നു കഴിഞ്ഞു. വൺസ് ഇറ്റ് ഹാപ്പൻസ്, അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതങ്ങനെ പല വട്ടം നടക്കാറുണ്ട്, പല പ്രാവശ്യം നടക്കാറുണ്ട്. എപ്പോഴൊക്കെ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ നടക്കുന്ന സംഭവമാണ്. കറക്റ്റ് അല്ലേ? ഞാൻ കുറെ ദിവസമായിട്ടിരുന്ന് പറയുന്ന സാധനമാണ്. മീഡിയക്കാർ ഇൻജക്ട് ചെയ്തൊരു സാധനം, ആ സാധനമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായത്. കാരണം ഓൾറെഡി ജനങ്ങളുടെ മനസ്സിൽ ദിലീപാണ് കുറ്റവാളി എന്നുള്ള സാധനം കയറിക്കഴിഞ്ഞു. അവർക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഇവിടുത്തെ സത്യം. അവരിതിന്റെ സത്യാവസ്ഥ തെളിയണമെന്നോ ഈ കേസ് CBI കണ്ട് അന്വേഷിക്കണമെന്നോ അങ്ങനെ ഒന്നും പറയാനുള്ളൊരു വിവരമോ ബോധമൊന്നുമില്ല. അവർക്ക് ദിലീപിനെ ശിക്ഷിക്കണം. ദിലീപിനെ കോടതി തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടപ്പോൾ കോടതിക്കായി ചീത്തപ്പേര്, ജഡ്ജി കള്ളനായി, ഈ ഒരു അവസ്ഥയായി ഈ വിഷയങ്ങൾ മൊത്തം. അതാണ് പറയുന്നത്, ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നാറുകൾ ഇതുപോലെ വ്യാജ പ്രചാരണം നടത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇതിന്റെ പിന്നിൽ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ ആൾക്കാരുടെ ഇന്റൻഷനും ഇത് തന്നെയായിരുന്നു. ജനങ്ങളുടെ മുന്നിൽ ദിലീപിനെ വലിച്ചു കീറുക, അവന്റെ കരിയർ തുലയ്ക്കുക. ആ ഇന്റൻഷൻ വളരെ വൃത്തിയായിട്ട് വെട്ടിപ്പായിട്ട് ഇവിടെ നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ. ഞാൻ ഇത്രയും ദിവസം ന്യൂട്രൽ പിടിച്ച് സംസാരിക്കും, ദിലീപ് ആണെങ്കിലെന്ന്. പക്ഷെ ഇങ്ങോട്ട് വരുംതോറും, ഓരോ ദിവസം കഴിയും തോറും ദിലീപ് നിരപരാധിയാണെന്ന് 100% തെളിയുന്ന രീതിയിലാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ തന്നെ എടുത്ത് നോക്ക്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തള്ളിമറിക്കുന്നതാണ്, ഞാൻ ദിലീപിനെ വെള്ള പൂശുന്നതാണെന്നൊക്കെ ചിലവർക്ക് തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക്. ഈ മേഡമൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. അവർ സത്യത്തിനൊപ്പം നിന്നപ്പോൾ അവരെ അടിച്ചമർത്തി, അവരെ കൊടുക്കാൻ നോക്കുന്നു, അതൊക്കെയാണ് നടന്നിട്ടുള്ളത്. പിന്നെ അവർക്ക് സർവീസ് ഇരുന്നപ്പം ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് ആരുടെയും ചരട് വലി ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാ സത്യവും തുറന്നു പറയുന്നു. ചിന്തിക്കാൻ ബോധമുള്ളവർ ചിന്തിക്കും, അല്ലാത്തവർ ദിലീപ് എന്ന് വിളി, അല്ലാണ്ട് ഞാൻ എന്നാ പറയാനാ. എന്തുകൊണ്ട് ഈ
ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് വിപിൻ ലാൽ പുറത്തു വന്ന് പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല? ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഏതോ ഒരു ഷൂട്ടിംഗിന്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, ദിലീപ് വേറൊരാൾ നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ വന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന്. ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് ഏറ്റവും സീനിയർ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് അംഗീകരിച്ചു. അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതും എനിക്ക് ഞെട്ടലുണ്ടാക്കി. കേട്ടല്ലോ, ഇതാരാ പറയുന്നത്? അന്ന് അവിടെ പോലീസിലിരിക്കുന്ന ഏതോ ടോപ്പിലുള്ള ഏതോ ഒരുത്തൻ പറഞ്ഞതാണ് ഇത് ഫോട്ടോഷോപ്പാണെന്ന്. ഇതിനേക്കാളും തെളിവ് ഇനി എന്താണ് ഇവിടെ വേണ്ടത്? ഇതിനേക്കാളും എന്ത് തെളിവാണ് ഇനി ഈ ജനങ്ങൾ ചോദിക്കുന്നത്? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം ഇനി എന്ത് തെളിവാണ് വേണ്ടത്? എന്താണ് വേണ്ടത്? ദിലീപ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, ഇത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന ആയിരുന്നു തെളിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ അപ്പുറം എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി എന്ത് ചെയ്യണം? ദിലീപിന് രണ്ടായിട്ട് പോളം വഹിക്കണോ? അവിടെ ഉണ്ടായിരുന്ന മേഡമാണ് പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ അത്രയും സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം അവർ പറയുന്ന അത്രയും കഴമ്പുള്ള കാര്യങ്ങളാണ്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരന്മാരും ഏവന്റെയൊക്കെ ഗൂഢാലോചനയുടെ പിന്നിൽ തൊലച്ചതാണ് ദിലീപിന്റെ കരിയർ. ഇതിന്റെ അപ്പുറം എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കേൾക്കണോ? എനിക്കറിയില്ല, ബാക്കി ഫോട്ടോഷോപ്ഡ് ആണോ? ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് വീണ്ടും വലിയ വാർത്തയാണല്ലോ പത്രത്തിൽ വന്നത്. ആ ടവർ ലൊക്കേഷൻ ഒരുപാട് പേര് അന്ന് ഉണ്ടായിരുന്നതാണ്. കാരണം അന്ന് ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി കുറെ ആക്ടേഴ്സും അവരുടെ ഡ്രൈവേഴ്സും അവരുടെ അസോസിയേറ്റ്സും സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ആ ഹോട്ടൽ, എറണാകുളത്തുള്ള അബാദ് ഹോട്ടൽ ഒരു പരിപാടി നടക്കുമ്പോഴാണ് ടവർ ലൊക്കേഷൻ സെയിം ആണ് എന്ന് പറയുന്നത്. അത് പലരുടെയും ടവർ ലൊക്കേഷൻ ആ സമയം അവിടെ തന്നെയായിരുന്നു. ഒരാളുടെ രണ്ടുപേരുടെ ടവർ ലൊക്കേഷൻ ഒരേ സമയത്തായിരുന്നു എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആൻ എവിഡൻസ്. അത് പ്രൂഫായി കോടതി കരുതുകയോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് വേറൊരു തെളിവായി. എന്നാൽ എടുക്കേണ്ടവരുടെ ടവർ ലൊക്കേഷൻ എടുത്തിട്ടില്ല, അവരുടെ ടവർ ലൊക്കേഷൻ മുക്കി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്റെ പൊന്നളിയന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കുടുക്കിയതാ, പക്കയായിട്ട് കുടുക്കിയതാ. ഈ ഒരു കാര്യം ഈ മേഡം പറയുന്നുണ്ടല്ലോ അത് ഫോട്ടോഷോപ്പ് ആണെന്ന്. ഇതിന്റെ അപ്പുറം എന്ത് തെളിവാണ് ഇനി വേണ്ടത്? ഇനി എന്തോന്നടേ വേണ്ടത്? കോടതിയിൽ ഒരു തേങ്ങയും തെളിവില്ലാത്തത് കൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. കുറെ എണ്ണം ദിലീപിനെതിരെ കുരയ്ക്കുന്നുണ്ടല്ലോ. ഉളുപ്പില്ലേ? കഷ്ടം. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുക. അതിജീവിതയ്ക്കൊപ്പമാണ് നിങ്ങൾ യഥാർത്ഥമായിട്ട് നിൽക്കുന്നതെങ്കിൽ CBI കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും. മേഡം പറയുന്നത് ബാക്കി കേട്ടോ. അയാൾ സമ്മതിച്ചു എന്ന് പറഞ്ഞ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് അടിയിൽ ഒപ്പിടുന്നത്, അല്ലാതെ സാക്ഷിയല്ല. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മൊഴി എങ്ങനെയും എഴുതാം, സാക്ഷി പറയുന്നത് പോലെ എഴുതണം എന്നില്ല. കേസ് വിചാരണയ്ക്ക് കോടതിയിൽ വരുന്ന സമയത്ത് ഈ മൊഴി വായിച്ച് കേൾപ്പിക്കുകയും ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെയല്ല സാർ അത് എഴുതിയത് എന്ന് പറയാറുണ്ട്. ഇത് പറയാതിരിക്കാനായിട്ട് വിറ്റ്നസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ചേർന്ന് വിറ്റ്നസിനെ ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത്, കോടതിയിൽ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞ് പറയിക്കും. അങ്ങനെയാണ് അവർ കോടതി ചെന്നിട്ട് പറയുന്നത് ശരിയാണ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നത്, അതൊരു എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ പലരും അത് പറയാനായിട്ട് ബുദ്ധിമുട്ട് കാണും. പറഞ്ഞ ഘടകവിരുദ്ധമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ ഇല്ല എന്നുള്ള ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ആ സമയത്ത് കണ്ടിരുന്നില്ല എന്ന കാഴ്ച കണ്ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ ഞാൻ എങ്ങനെ സമ്മതിക്കും? ശരി, ഞാൻ എഴുതിയതല്ല, ഞാൻ പറഞ്ഞല്ല സാറേ, ഞാൻ അത് കണ്ടിരുന്നില്ല എന്ന് കോടതിയിൽ പറയുന്നതിൽ തെറ്റില്ല, കാരണം അതാണ് സത്യം. ഇവിടെ ബാമ ഉൾപ്പെടെ മൊഴി മാറ്റി എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ, ബാമ ആദ്യം പോലീസുകാർക്ക് കൊടുത്ത മൊഴിയല്ല പിന്നെ കോടതിക്ക് കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ മൊഴി മാറ്റി എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ടായിരുന്നു. ബാമ വേറെ കുറച്ച് പേരുടെയൊക്കെ പേരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ബാമ അറിയാലോ, നടി ബാമ. അപ്പോൾ ഈ ഓഫീസർ ഈ മേഡം പറയുന്നത് കേട്ടോ, അതായത് പോലീസുകാർക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നിട്ട് കുറെ സാധനം കൂടി എഴുതി അങ്ങ് പിടിപ്പിക്കും, അത് കോടതിയിലോട്ട് വിടും. എന്നിട്ട് കോടതിയിൽ പോയിട്ട് ഈ സാധനം അവിടെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഞാനിതല്ലല്ല പറഞ്ഞത് എന്ന് ഇവർ പറയും. കാരണം അവന്മാർ കയ്യിൽ നിന്ന് എഴുതിയ സാധനം കൂടി ഉണ്ട്. അങ്ങനെയാണ് വന്നത്. പക്ഷേ പകരം ജനങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ്? ഓ, ബാമ ദിലീപിന്റെ പൈസ വാങ്ങിയിട്ട് മൊഴി മാറ്റി, അപ്പൊ ദിലീപിന്റെ പിൻഗാമിയാണ് ബാമ എന്നുള്ള സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങളേക്ക് ജനറേറ്റ് ആവും. ആ രീതിയിൽ ഈ മീഡിയക്കാർ അതിനെ പ്രസന്റ് ചെയ്യും. മൊഴി മാറ്റി ബാമ, ആദ്യം പറഞ്ഞതല്ല ഇത് പിന്നെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി മാറ്റിയെന്ന് തിരിച്ചടിക്കും. ഇതാണ് മീഡിയക്കാരന്മാർ ഇവിടെ ചെയ്യുന്ന പരിപാടി. നല്ല ഒന്നാം തരം നാറിയ പരിപാടി. നമ്മൾ വിശ്വസിക്കുന്ന വലിയ വലിയ മീഡിയക്കാരന്മാരെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവന്മാരെല്ലാം വെറും ഉഡായിപ്പുകളാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. സത്യത്തിനൊപ്പം നിൽക്കടാ. അതിന്റെ പേരിൽ കുറച്ച് വ്യൂവർഷിപ്പും കുറച്ച് പൈസയും കുറച്ച് TRPയും കുറഞ്ഞാലും അന്തസ്സുണ്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ.
ബാക്കി കേട്ടോ. ഞാൻ 100% വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുടുംബത്തിനടക്കം ഒരു ഹരാസ്മെന്റ് ഉണ്ടായത് ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട്, രണ്ടാമത്തെ കുട്ടി അത് ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് ഇപ്പോൾ അതിന് 5 വയസ്സ് പ്രായമായ സമയം വരെ അതിനൊരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ ജയിൽ DGP ആയിരുന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളും ജനങ്ങൾ അറിയണ്ടേ, അത് പറയണ്ടേ. ഇനിയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അനീതി ആവില്ലേ? ഓക്കെ, ഇവിടെ ദിലീപിന് കുടുംബമില്ല, ദിലീപിന് മോളില്ല, ആരുമില്ല. ദിലീപല്ലേ, അവനെ വലിച്ചു കീറടേ, അവനാണല്ലേടേ, എല്ലാരും കൂടി വളഞ്ഞിട്ടങ്ങോട്ട് ആക്രമിക്കടേ, മീഡിയക്കാരെ വാട്ടേ, ദിലീപിനെ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കടേ. ഈ ഒരു സെറ്റപ്പ് സാധനം ഗുണം പിടിക്കോളാ. നിരപരാധിയായ ഒരുത്തനെ വലിച്ചു കീറി ഒട്ടിച്ചിട്ട് നീയൊക്കെ നക്കുന്നുണ്ടല്ലോ, ഗുണം പിടിക്കുമോ നീയൊക്കെ? കാലം തെളിയിക്കും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരണമെന്ന്. പക്ഷെ വീണ്ടും എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരാളെ കുടുക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. അത് മറ്റൊരു സത്യം, പ്രപഞ്ച സത്യം. കർമ്മ വരും. എവിടെ കൂടിയെങ്കിലുമൊക്കെ അടിക്കേണ്ട എല്ലാത്തിനും തിരിച്ചടിക്കും. അന്ന് സത്യം പുറത്തു വരും. ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെ കള്ളനാക്കി എല്ലാവരും കൂടി സരിതയുമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ മരിച്ചതിന് ശേഷം അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നു. കാര്യമില്ല. പക്ഷെ മരിച്ചതിന് ശേഷം അങ്ങനെ വാഴ്ത്തപ്പെട്ടു. എന്തായാലും കാലം തെളിയിക്കും. ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധി വന്നിട്ട് പോലും വിശ്വസിക്കാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് കാലം തെളിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതിജീവിതയ്ക്കൊപ്പം അതുപോലെ തന്നെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇരയാക്കപ്പെട്ട ദിലീപിനൊപ്പവും ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്